നിൽക്കാണോ? ഞാൻ ഇത്രയും നേരം പഠിക്കുകയായിരുന്നു. റിസൾട്ട് വരുമ്പോ വല്യമ്മച്ചി എന്നെ വഴക്കുറയരുത്. ബീനക്കുഞ്ഞ്, എന്താണ് കുട്ടി? ഞാൻ ബീനക്കുഞ്ഞിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 200 രൂപ കടം തരാവോ? അയ്യോ, അന്നുകുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ്? എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ. ഒരു സാരിയെങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ എവിടുന്ന അന്നുകുട്ടി? ഞാൻ വരുന്ന മച്ചി. അന്നുകുട്ടി അമ്മച്ചിയോട് ചോദിക്കരുതോ? അയ്യോ കുഞ്ഞെ, ഞാൻ കാശ് വെച്ചാരി അമ്മച്ചിയോട് പറയല്ലേ. ഇപ്പൊ തന്നെ 170 രൂപ അധികമാ പറ്റിയിരിക്കുന്നത്. അന്നക്കുട്ടി, അന്നക്കുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോഴേ സമാധാനായിട്ടിരിക്കെ. കാശ് ഞാൻ ഒപ്പിച്ചുതരാം. എങ്ങനെ കുഞ്ഞെ? അപ്പച്ചന്റെ അടുത്ത് മേടിച്ചു തരാം. യൂ കുഞ്ഞെ, എനിക്കാണെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത്. ഞാൻ പറയത്തില്ല, പക്ഷെ കുഞ്ഞ് പറയാതിരുന്നാ മതി. ഞാൻ പറയല, നിന്നാണ് സത്യം. ഞാൻ പറയല. അപ്പച്ചൻ ഡാൻസ് ചെയ്യാണോ? അല്ല, എക്സസൈസ്. എന്ന് രാവിലെ ചെയ്യാറുണ്ടോ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നെന്ന്. ആരെ കൊണ്ട് പറ്റും? വല്ലപ്പോഴൊക്കെ ചെയ്യും. ഏലിക്കുട്ടിയും ബീനിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ? ഇല്ല. തങ്കച്ചനും റോയിച്ചനും അവരെണീറ്റില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശി തീർക്കായിരിക്കും. തീർക്കട്ടെ. അപ്പച്ച, അന്നക്കുട്ടി അപ്പച്ചനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അതെന്താ, അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അല്ല അപ്പച്ച, അതല്ല അപ്പച്ച. അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമാണ്. ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാമെന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റിരുന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പച്ച അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാമെന്ന്. ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നല്ലോ. അതിനെന്തിനാ അവള് കരയണേ? സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച. ഒരു 10-200 രൂപ ഞാൻ കൊടുത്തേരെ. അവക്ക് ഇഷ്ടമുള്ള അവളെ മേടിച്ചോട്ടെ. മേടിച്ചോട്ടെ. ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട. അന്നക്കുട്ടി, എന്താ അമ്മച്ചും ചേച്ചിയും പള്ളിയിൽ പോയിട്ട് വന്നില്ലേ? വന്നില്ലല്ലോ കുഞ്ഞേ. ഒന്നുമില്ല അന്നക്കുട്ടി. ഞാൻ അപ്പച്ചനോട് അന്നക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു? ഒന്നും പറയല. കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. ഞാനല്ലേ വിളിക്കുന്നു. വാ വാന്ന് വല്ലതും പറയൂ. ഒന്നും പറയല. വാ വാ. അമ്മച്ചി പള്ളിയിൽ നിന്ന് വരാറായിട്ടുണ്ട്. അപ്പച്ചനെ രൂപ എന്നൊന്നും ആരോട് പറയരുത്. ഞാൻ ആരോടും പറയത്തില്ല. ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത്? ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗമായിരുന്നു. എത്ര നേരമായിരുന്നില്ലേ? നീ ഇന്ന് പള്ളി പോകുന്നില്ലേ? ഞാൻ വൈകുന്നേരം വയ്ക്കോളാം. അമ്മച്ചി, ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോണ്ട. എന്താ മോളെ? പറയുന്നതിൽ വിഷമമുണ്ട്. എന്നാ പറയാതിരുന്ന അതിലും വിഷമല്ലേ? എന്താ? ആ അന്നക്കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കുറെ നേരമായി. അല്ല, ഒന്നുമില്ലായിരിക്കാം. അമ്മച്ചിയുടെ ശുദ്ധവഴിക്ക് ഒന്നും തോന്നുകയല്ല. എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചനെ പിടിച്ചില്ലല്ലോ. പോയിട്ട് വേഗം വരണേ. ആ ശരി മലയാളി. അമ്മച്ചി 95 എന്ത് തന്നെ മുതലാളി. വേണ്ട അമ്മച്ചി, ഇപ്പൊ ഒച്ചപ്പാടിനൊന്നും പോണ്ട. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി. ഇത് വലിയ പണ്ടാറടങ്ങലായി പോയല്ലോ എന്നെ ദൈവമേ. എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നോട്ടെ. ഇതിന് നശിപ്പ്.
ഓ അന്നക്കുട്ടി, അന്നക്കുട്ടി. എന്റെ കർത്താവേ, ഞാനിത് എന്നതായി കാണുന്നേ? ഇത്രയും വയസ്സായിട്ട് ഈ മനുഷ്യൻ എന്റെ കണ്ണും വെട്ടിച്ച്. ഏലിക്കുട്ടി, നീ എന്തായി പറയണേ? നിങ്ങളൊന്നും മിണ്ടരുത്. ഏലിക്കുട്ടി, നിക്കവിടെ, നിക്ക്. അയ്യോ എന്നാ വെക്കമ്മേ? ഈ മുതലാളിക്ക് എന്താ പറ്റി? മുതലാളിക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഈ നിമിഷം അറിയണ. ഏലിക്കുട്ടി, നിനക്കെന്താ വട്ടുണ്ടോ? എനിക്കല്ല വട്ടം, നിങ്ങൾക്കാ. മോനെ, എന്നാ പറ്റി മുതലാളി? മക്കളെ, ഒന്നിങ്ങോട്ട് വാ. റോയിച്ചാ, തങ്കച്ചാ. എന്താ മച്ചി, കാര്യം എന്താ? മോനെ, നിങ്ങളുടെ അപ്പച്ചൻ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലടോ. കാര്യം എന്താണെന്ന് പറ. പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പിലെ ചേട്ടത്തി എന്നോട് പറഞ്ഞതാ. നിങ്ങളെയായിരുന്നു എനിക്ക് പേടി. ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഭർത്താവേ, ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഈ അറിയാണോ മുതലാളി? ഞാനിനി അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞതല്ലേ. മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനാകാൻ നോക്കിയത് ഇതായിരുന്നില്ലയോ? മുറി വിളിച്ചു വരുത്തി നിങ്ങൾ ഇവർക്ക് രൂപ കൊടുക്കുമ്പോ ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാ ദൈവം ഇപ്പോഴെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ തോന്നിയത്. ചെയ്ത് ഞാൻ 6-ാം പ്രമാണം തെറ്റിച്ചുണ്ടെന്ന് ആർക്കറിയാൻ കർത്താവേ. എന്താ ഇതൊക്കെ? ഞാനേ ഇങ്ങനെ മാറി വെക്കേ. നോക്ക് മക്കളെ, ഇത് ഇവൾക്ക് മുഴുവൻ ഭ്രാന്ത. ഇവളെ കൊണ്ടുപോയി ചങ്ങലക്കിട്ടാ. ഞാനിവിടെ വന്നു എന്നുള്ളതും ഇവളെ തൊട്ടു എന്നുള്ളതും സത്യ. ഇവള് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു മോനെ, ഇനി ഞാൻ ശരിക്കുള്ളൊരു സത്യം പറയട്ടെ. എന്റെ പൊന്നു മോനെ, ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും. അയ്യോ എന്റെ കർത്താവേ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇനി നീ മിണ്ടി പോകരുത്, കൊന്നുകളയും ഞാൻ. നിങ്ങൾ എന്നെ കൊല്ലു മനുഷ്യ. ഇതിലും ഭേദം അതാ. ഞാൻ ചത്താ നിങ്ങൾക്ക് അവളോടൊപ്പം കൊടുക്കാമല്ലോ. എന്റെ അന്റെ കുട്ടി, ഞാൻ എന്തായി കേക്കണേ? ഞാനല്ലല്ലോ അമ്മച്ചിയല്ലേ ആവശ്യമില്ലാതെ. എന്റെ മോനെ, അയ്യോ കർത്താവേ, ഇത് കുറെ കടന്ന കൈയായി പോയി. ആയിക്കോട്ടെ. എന്തുവാടേ ഇത്? നീ ഇത് എവിടെ പോയി കിടക്കുവരുന്നത്? എത്ര നേരം ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണം അറിയാം. താമസിച്ചതിന് തക്കതായ ഒരു കാര്യം ഉണ്ടായി. പിന്നെ വേണ്ട വേണ്ട, കൂടുതൽ വായൊന്നും എടുക്കണ്ട. അത് പൊട്ടിച്ച് രണ്ടെണ്ണം ഒഴിക്കാൻ നോക്ക്. എന്തുവാടാ നീ കാര്യമുണ്ടെന്ന് പറഞ്ഞത്? പിന്നെ നമുക്കെല്ലാം പ്രയോജനമുള്ള ഒരാളെയും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ. അതാരാടാ? പിന്നെ ഇഞ്ചക്കാട്ടെ വേലക്കാരി അന്നക്കുട്ടി. അവക്കറിയാൻ വയ്യാത്ത ഒരു രഹസ്യവും അവിടെ ഇല്ല. എന്തോ കാര്യത്തിന് അവളെ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ചന്തക്കവലെ കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. അതിനിപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു എന്തിനാടാ? ഇവിടെ നിർത്തായി. ഞാൻ അമ്മച്ചയെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്കുക. അമ്മച്ചയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാ മതി. നമുക്ക് അവളെ ഇവിടെ നിർത്താം. അല്ല, നമുക്ക് അവളെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവൂടാ. ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് വെച്ചോ. അച്ചായമ്മ അമ്മച്ചോടൊന്ന് പറഞ്ഞേ അവളെ ഇവിടെ നിർത്തായി. നീ കരയാതെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇച്ചേ വരുന്നു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു. നമ്മുടെ മരിച്ചുപോയ മറിയുടെ മോള. അവര് നിന്നെ കുറെ എടുത്തിട്ടുള്ളതാ. ഞാൻ ഇവിടെ നിർത്തിക്കോട്ടെ? അതിനെന്നാ, അമ്മച്ചിക്ക് ഇഷ്ടമുണ്ട് ഇവിടെ നിർത്തിക്കോ. എന്നതാണ് എന്റെ പേര്? അന്നക്കുട്ടി. നിന്നോട് ചോദിച്ചില്ല. അന്നക്കുട്ടി.